ഹലോ തോന്നില്ലേ, ഇന്ന് അടിപൊളി ഒരു കിടിലൻ അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ലാലേട്ടൻ ഒരുപാട് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലുക്കിൽ വന്നിട്ടോ സോഷ്യൽ മീഡിയ കത്തിച്ചിക്കണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു താടി വടിച്ചിട്ട് കട്ടി മീശ വെച്ചുള്ള ലുക്ക് നമ്മൾ ഒരുപാടായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒടിയന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ഒടിയനോട് ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു പഴയ ഒരു ഓൾഡ് ഏജ് ആ ലുക്ക് ഉണ്ടല്ലോ, അത് ശ്രീകുമാർ മേനോനോട് ഇല്ലാതാക്കി, പുള്ളിയുടെ ഫേസ് അടക്കം മാറ്റി. പക്ഷെ അതിനുശേഷം ഒരുപാട് വിഷമമുണ്ടായിരുന്നു ഫാൻസിനൊക്കെ, ലാലേട്ടനെ ആ മീശ പിരിച്ചിട്ട് ആ താടി കണ്ട് പഠിച്ച ലുക്കിൽ കാണുന്നത്. പക്ഷെ അതിനുശേഷം ഒരു സിനിമയിലും അദ്ദേഹത്തിന് അങ്ങനെ ലുക്ക് വന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കട്ട ഫാൻ ബോയ് തരുൺമൂർത്തി അദ്ദേഹത്തിൻ്റെ ലാൽ 366 പോലീസ് ലുക്കിന് വേണ്ടിയിട്ട് ആ കട്ടി മീശയും താടിയും പഠിച്ചിട്ടുള്ള പടം വരികയാണ്. തുടരും എന്ന വമ്പൻ ഹിറ്റിന് ശേഷം ഇവരൊക്കെ ഒരുമിക്കുന്ന പടമാണ്. നമ്മുടെ പ്രകാശ് മറമയുണ്ട്, അതിൻ്റെ ഷൂട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പടം. കാരണം എന്താ വെച്ചാൽ തുടരും വമ്പൻ, പ്രതീക്ഷിക്കാതെ വമ്പൻ ഹിറ്റ് അടിച്ച, അതായത് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ചിത്രമാണ്. അപ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന രീതിയിലാവും ഈ ചിത്രം. കാരണം ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലുക്ക് സോഷ്യൽ മീഡിയ കത്തിച്ചിരുന്നു. കാരണം ബബ്ബബ് എന്ന സിനിമയിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ലാലേട്ടൻ അങ്ങനത്തെ ചെറുതായിട്ട് അങ്ങനെ വന്നെങ്കിലും, പക്ഷെ അതിൽ ഒരു മുഴുവായിട്ട് അങ്ങനെ ഒരു ലുക്കിൽ വന്നില്ല. പക്ഷെ ഇതിൽ അത് ഒന്നര പൊളിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ലോഹം സിനിമയിൽ, ആ ലോഹം സിനിമയിലുള്ള സെയിം ലുക്കായിട്ട് അതിൽ വരുന്നത്. ലോഹത്തിൽ ഇതേപോലെ നല്ല കട്ടി മീശയും താടിയൊക്കെ വടിച്ച് ക്ലീൻ ഷേവ് ആക്കിയിട്ട് ഒരു ഒന്നൊന്നര മാരക ലുക്കിലേക്ക് നമ്മുടെ ലാലേട്ടൻ വന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു ലുക്ക് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് സസ്പെൻസും ആക്ഷനും എല്ലാം ഒത്തന ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറായിട്ടാണ് ഈ ചിത്രം വരാൻ പോകുന്നത്. എന്തായാലും ഇതിന് ശേഷം ഒരുപാട് വീഡിയോ വരാനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അടിപൊളി സംഭവങ്ങളാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. എന്തായാലും വെയിറ്റ് ചെയ്യുക ഒരു മാരക സംഭവത്തിനായിട്ട്.